സ്കൂൾ അടച്ചുകൊണ്ട് ബോറടി മാറ്റാൻ മാളുവിനെ കൊണ്ട് ഇറങ്ങി. അത്യുഷ്ണമാണെങ്കിലും ശീതീകരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോവുക. എന്താ പറപ്പിച്ച് വിടു പാപ്പ എന്ന് പിള്ളേർ പറയുന്നുണ്ടെങ്കിലും നമുക്ക് പറപ്പിക്കാൻ പറ്റുമോ? ലൊക്കേഷൻ ഒന്നും പാളിയെങ്കിലും നമ്മൾ മിഷ്റഫിലെത്തി. മാളുവും ജയ്ക്കുട്ടനും എൻട്രൻസിൽ കയറിയപ്പോൾ തന്നെ അവളുടെ ഫേവറേറ്റ് പാട്ടായിരുന്നു. ആ സന്തോഷം മുഖത്ത് കാണാം. റിങ്ക 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 റിങ്ക. ഈ പഹനെ ഞങ്ങളെ സ്വാഗതം ചെയ്ത് പൈസ മുടക്കി ഫൺ വേൾഡിൻ്റെ ഒരു ടാഗ് അങ്ങോട്ട് എടുത്തു. ഈ പപ്പിയെ പൊക്കിക്കൊണ്ട് വരുന്ന കണ്ടപ്പം എൻ്റെ ലോറേനെ എനിക്ക് ഓർമ്മ വന്നേ. നമ്മൾ പെരുന്നാളിന് കയറുന്ന ജെയിൻ വീലിൻ്റെ ഒരു ഓർമ്മ. മാളുവിന് ചെറിയ പേടിയൊക്കെ ഉണ്ട്, എന്നാലും ആ പേടി പുറത്ത് കാണിക്കാതെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. സ്ക്വിഡ് ലൈൻ സോൾജേഴ്സിൻ്റെ കൂടെ ഒരു ഓപ്പറേഷൻ. ഈ വട്ടത്തിലുള്ള സാധനത്തിൽ കയറി നല്ല ലോങ് ഡിസ്റ്റൻസിൽ മാളക്കൂട്ടം വരുന്നുണ്ട്. ശരിക്കും താഴെ എത്തിയപ്പോഴത്തേക്കും കൊച്ചു താപാനായെന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരു പ്രാവശ്യം കൂടി പോകണമെന്ന് എന്നോട് പറഞ്ഞു. സോ ഇവിടെ കുത്തിമറിഞ്ഞില്ലേ പിന്നെ കൊച്ച് എവിടെയായി കുത്തിമറിയുന്നത്? മാളക്കൂട്ടൻ്റെ ഡ്രസ്സായിട്ട് മാച്ചിങ് ആവുമെന്ന് പറഞ്ഞ ഈ കറങ്ങുന്ന സാധനം. ഇനി ഏറുമാടത്തിൽ കയറി കൊച്ചിനെ ഡാൻസ് കളിപ്പിച്ചില്ല, പാട്ട് പാടിച്ചില്ല എന്നുള്ള പരാതി അങ്ങോട്ട് മാറിക്കിട്ടി. നാട്ടിലെ ഏറുമാടത്തിൻ്റെ ഒരു ഓർമ്മ എനിക്കും തോന്നി, കൊച്ചിന് തോന്നിയില്ല. എന്നെ കറക്കി കയ്യിലടിച്ച് അവളുടെ ചിരി കണ്ടോ? ജമ്പൻ റാക്കിൽ മാളുവിനെ സഹായിച്ച ചേച്ചിക്ക് നന്ദി. പോയ എനർജി തിരിച്ചു പിടിക്കാൻ ഫ്രൂട്ട്സും ഫ്രഞ്ച് ഫ്രൈസും കട്ടൻ കാപ്പിയും ചേർന്ന് ഒരു പിടി പിടിച്ചു. ഭക്ഷണം കഴിച്ചതിൻ്റെ ക്ഷീണത്തിൽ അവിടെ കണ്ട ഒരു ബുക്കിൽ കൊച്ചെന്തൊക്കെയോ വരച്ച് കുറിക്കുന്നുണ്ട്. പഠിത്തം തകൃതിയായി നടക്കുന്നുണ്ട്. ഇനി ചാടി എണീറ്റ് എന്തോ സംഭവമുണ്ട്. സന്തോഷമായി ഗോപിയേട്ടാ. മരണ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓപ്പറേഷൻ മിഷ്റഫ്. മാളവും മാടിച്ചും കൂടി ഒരു സൈഡിൽ കൂടി തോക്കിൻ്റെ തിരകളിങ്ങനെ തീർത്തുകൊണ്ടിരിക്കുക. അത് കണ്ട് പേഴ്സിലെ തിരകളും തീരുന്നുണ്ട്. ഇതല്ല, ഇതിൻ്റെ അപ്പുറം ചാടിക്കിടന്നവനാണീ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഈ ബാറ് വന്ന് മാളുവിൻ്റെ തലക്കിട്ടിടിച്ചു. വന്ദേ മാതരം ട്രെയിനിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ എന്താ, ഈ ട്രെയിനിൽ കയറാൻ പറ്റിയല്ലോ. കൂഴച്ചക്ക കിടന്ന് കുഴയുന്ന പോലെ ബോളുകൾക്കിടയിൽ കൂടെ എൻ്റെ കുഞ്ഞ്. അവസാനം മുഖം കാണാം. അവസാനമായി ഒന്നുകൂടി ഉയരത്തിൽ കറക്കി നമ്മളും കറങ്ങി. അവസാനം എനർജി എല്ലാം കഴിഞ്ഞ് പവനായി പടമായി. ശുഭം.